ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനം ആയിരിക്കാം, ഞാനത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അവസാനം കണ്ട പോലെ ഞാൻ ഓർഡർ ചെയ്ത് കുറേ സാധനമില്ലേ, ആദ്യമായിട്ട് എനിക്ക് ഫുള്ളി ഒരുമിച്ച് കിട്ടിയ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന്. സത്യം പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് വരെ, അതല്ല സ്റ്റിൽ ഇപ്പോഴാണെങ്കിലും ഗ്ലാമി, ഗംഗ, ജാസ്മിൻ ജാഫർ ഇവരൊക്കെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ടായിരിക്കും, നെവർ മൈൻഡ്. ക്യാമറ ഇല്ലാത്ത ഒരു സ്റ്റാർട്ടിങ് ഇൻഫ്ലുവൻസറിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വ്ളോഗറിൻ്റെ ഒരു അവസ്ഥയായിട്ട് കണ്ടാൽ മതി. സോ അപ്പോൾ ഇവരൊക്കെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുമ്പോൾ ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റ് നമുക്കും വാങ്ങിക്കണം. പിന്നെ പൈസേൻ്റെ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ എല്ലാം സ്കിപ്പ് ചെയ്ത് വിടുമായിരുന്നു. പക്ഷേ എങ്കിലും എനിക്കും ഇങ്ങനെ ആഗ്രഹം. ടു ബി ഫ്രാങ്ക്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈക്ക് 2025 ആയി എങ്കിലും എല്ലാവരും കൂടുതലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും തന്നെ എല്ലാം ഓൺലൈനിൽ തന്നെ ആയിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നത് എനിക്ക് നിങ്ങളെയും കൂടി കാണിച്ച് പൊട്ടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കൊറോണ കാലഘട്ടം മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ട് വ്ളോഗ് എടുപ്പിക്കുക, അങ്ങനെയൊക്കെ. ഇപ്പോൾ എൻ്റെ കോളേജ് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ തന്നെ അറിയാം, ആ ടൈം മുതലേ ഞാനിങ്ങനെ എനിക്ക് വ്ളോഗ് എടുക്കണം, എനിക്ക് ചാനൽ തുടങ്ങണം, ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ സാധനങ്ങൾ എന്നെ അന്ന് പിന്നിലേക്ക് വലിക്കുന്നുണ്ടായിരുന്നു. മേ ബി ആ ടൈമിലുണ്ടായിരുന്ന എൻ്റെ ഒരു പാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി എൻ്റെ കുറേ ഫ്രണ്ട്സ് കളിയാക്കുമോ എന്നുള്ള തോന്നൽ, റിലേറ്റീവ്സിന് എന്തെങ്കിലും, അങ്ങനെ നാട്ടുകാർക്ക് എന്തെങ്കിലും, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നെ അന്ന് പിന്നിലേക്ക് വലിക്കാനായിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മേ ബി എൻ്റെ കൂടെയുള്ള സപ്പോർട്ട് സിസ്റ്റം ആകാം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാകാം, ഇന്നിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാകാം, എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ഇന്നിപ്പം എനിക്ക് തുടങ്ങണം എന്നൊരാഗ്രഹം ഞാനിങ്ങനെ കുറച്ച് ആൾക്കാരോട് ഷെയർ ചെയ്തിപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ എന്ന് പറയാൻ എൻ്റെ ഫാമിലി ആകാം. സോ അപ്പം ഇന്നിപ്പോൾ ഞാൻ രണ്ട് കൽപ്പിച്ച് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതല്ല ഇന്നത്തെ കാര്യം. അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ന് കുറച്ച് പ്രൊഡക്റ്റ് വന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണം. ഫസ്റ്റ് ആ പ്രൊഡക്റ്റ് പൊട്ടിക്കുമ്പോൾ മുതൽ ഇങ്ങനെ ക്യാമറ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എടുക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ തന്നെ ആക്രാന്തം കാരണം ഞാൻ എല്ലാം വലിച്ചു പൊട്ടിച്ചു. കാരണം വന്ന സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്താൽ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഒരു റിവ്യൂ പോലെ ചെയ്യാമെന്ന്. ടു ബി ഫ്രാങ്ക് പറയട്ടെ, 1-2 പ്രൊഡക്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഭയങ്കര വെർത്താണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പുറത്തെ എൻ്റെ തുണി കഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് ടൈം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് വള്ളി വരും എന്നുള്ളതാണ്. ബട്ട് കുഴപ്പമില്ല, അവരുടെ തുണി കഴുകാതിരിക്കാൻ നമുക്ക് പറയാനൊക്കത്തില്ല. എൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചും കൂടി ഒച്ചത്തിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ പ്രൊഡക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റായിട്ടോ വന്ന് ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഓരോ പ്രൊഡക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. സോറി, അപ്പോൾ പറയാൻ മറന്നുപോയി. വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇട്ടോ. ഓക്കെ, അപ്പം ഇതെല്ലാം പൊട്ടിച്ച് വെച്ചേക്കും. പിന്നെ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എല്ലാം തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു കാര്യമില്ലായിരുന്നു, പക്ഷേ എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ തുടങ്ങാം. എന്തേ ഓക്കെ, സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സാധനം ഭയങ്കര ഫ്ലോപ്പാടാ. അങ്ങനെയല്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡേ അല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡിൻ്റെ ഒരു പകുതി പാകും പോലും ഈ സാധനം എത്തിയിട്ടില്ല. ഞാൻ ഇത് എന്ത് നോക്കിയാൽ വാങ്ങിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ, എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ചുണ്ട് കുറച്ച് പിഗ്മെൻറ്റഡാണ്. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതുകൊണ്ട് അറിയാത്തതാ. എങ്കിലും ഞാൻ അങ്ങനെ ആദ്യമൊക്കെ കാലഘട്ടങ്ങളിൽ പൈസ ഇല്ലാത്തപ്പോൾ നമ്മൾ വില കുറഞ്ഞ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ച് ചുണ്ടത്ത് തേക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കുറച്ച് ചുണ്ട് നല്ല രീതിയിൽ എന്താ പറയുക, ഒരു കുറച്ച് പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ട്. ഞാൻ അത് മാറ്റാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്ത എന്തോ ലിപ്സ്റ്റിക് കാരനാണ്. സോ അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങനെ ഭയങ്കര ന്യൂഡ് ഷെയ്ഡ് എൻ്റെ ലിപ്പിന് ചേരൂല. കുറച്ച് ഡാർക്ക് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന കളർ വേണം. സോ ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തപ്പം കുറച്ചും കൂടി ഡാർക്ക് ആയിരുന്നടാ. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 7 സീസിൻ്റെ മാറ്റ് മൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഇതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ട കളറേ ഇതല്ല. അതായത് ഞാൻ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ലൈറ്റ് ഷെയ്ഡാടാ. സങ്കടം വരുന്നത്. നോക്ക്, ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡേ അല്ല ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ്. ഇത് നോക്കിയത് ഭയങ്കര ലൈറ്റാണ്. ഭയങ്കര ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡേ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം. പക്ഷേ ഇത് ഭയങ്കര 24 hours ലോങ് ലാസ്റ്റിംഗ് ആണ്, കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ് അല്ലാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ, റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ അല്ല. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ അമ്മ ഈ വീഡിയോ കാണുമ്പോൾ എന്തായിരിക്കും അറിയില്ല. ഓക്കെ, അമ്മ ഇത് നമ്മൾ ഉപയോഗിക്കും, വേറെ ഷെയ്ഡിൻ്റെ മണ്ടക്കിട്ടാലേ ഞാനത് ഉപയോഗിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ക്രയോൺ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് അറിയാം ഒരു ഷാർപ്നർ നമുക്ക് കിട്ടും. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഷാർപ്നറൊക്കെ ഉണ്ട്. സംഭവം നൈസാണ്. പക്ഷേ മേ ബി എൻ്റെ ചുണ്ടിന് ചേരാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്കാണ്, നല്ല ഫെയർ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. നല്ല ഷെയ്ഡാണ്. എൻ്റെ സ്കിന്നിന് ഇത് ചേരാത്തത് കൊണ്ട് ജസ്റ്റ് ഓക്കെ. ഇതിനിപ്പം ഞാനായിട്ടൊരു റേറ്റിംഗ് കൊടുക്കാൻ പറയുകയാണെങ്കിൽ മേ ബി ഞാൻ 6 out of 10 വല്ലേ കൊടുക്കത്തുള്ളൂ. ബിക്കോസ് എനിക്ക് തൊട്ട് മാച്ച് അല്ലടാ.
ഓക്കെ. സോ അത് കാരണം ഞാൻ ഇത് ജസ്റ്റ് ഓക്കെ അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല ഈ ഒരു ലിപ്സ്റ്റിക് ഇപ്പോൾ റീസെൻ്റ്ലി പ്രൊമോട്ട് ചെയ്യാത്ത. എനിക്കൊന്നു ഗ്ലാമി ഗംഗ, ജാസ്മിൻ ജാഫർ, നീതു അങ്ങനെ കാണുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഫേസസ് കാൻഡിഡേറ്റിൻ്റെ കംഫി മാറ്റ്. വാവ് എടാ സത്യം പറയുന്നത് ഭയങ്കര വെർത്താണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അതായത് ഇത് നോക്ക്, ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല, എങ്കിലും നോക്കടാ നല്ല ബ്രൗൺ ഷെയ്ഡ്, അതായത് ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ സാധനം. അതായത് എങ്ങനെയാണ് പറയണ്ടേ, നല്ല മണമുണ്ട് കേട്ടോ. അതായത് ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു മണമില്ലേ, ആ ഒരു സാധനം. നല്ല ഷെയ്ഡ് നോക്കി, എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് വാവ്. ഞാൻ ഓൾറെഡി വേറെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, എന്നാലും കൗതുക ലേശം കൂടുതലായിട്ട് ഇട്ട് നോക്കിയതാ. പക്ഷെ ഉണ്ടല്ലോ ഇത് ഭയങ്കര വെർത്താണ്, സീരിയസ്ലി ഇത് നല്ല വെർത്ത് സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, വാങ്ങിച്ചതിൽ എനിക്ക് നല്ല ഇഷ്ടമായ പ്രൊഡക്റ്റിൽ ഒന്നാണിത്. ഇത് 10 out of 10 അല്ല, ഞാൻ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം. ബിക്കോസ് സൂപ്പർ സാധനം, എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും പറ്റിയൊരു സാധനമാണ് ഫേസസ് കാനഡേൻ്റെ ഇത്. എനിക്ക് നല്ല ഇഷ്ടമായി, ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചതുകൊണ്ടാണെന്ന് അറിയത്തില്ല. എടാ ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ഇപ്പം നമുക്ക് സ്കൂൾ കാലഘട്ടത്തിൽ കോളേജ് കാലഘട്ടത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്നൊരു സാധനം ഇപ്പോൾ പേരൻസ് വാങ്ങിച്ചു തരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഇപ്പോൾ എത്ര അലച്ചിട്ടാണെങ്കിലും കൂടിയിട്ടാണെങ്കിലും എനിക്കത് വേണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടാണെങ്കിലും അവർ വാങ്ങിച്ചു തരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് പ്രത്യേകമാണ്. അതേപോലെ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് വാങ്ങിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലല്ലേ. ഇപ്പോൾ വർക്കിംഗ് വുമൻസിന് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഏൺ ചെയ്തിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് കാശ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നൊരു സാധനം നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം എൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ ടു ബി ഫ്രാങ്ക് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ കൂടുതലും ഹാപ്പി ആക്കാനായിട്ട് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. ബിക്കോസ് ഇപ്പം എനിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും വാങ്ങിക്കാം അമ്മയ്ക്ക്, അങ്ങനത്തെ ഒരു ഫാമിലി അങ്ങനെ ഞാൻ കൂടുതലും നോക്കിയിട്ട് എൻ്റെ കാര്യം ഞാൻ ലാസ്റ്റിലേക്ക് വെക്കത്തുള്ളൂ. പക്ഷേ ഈ മന്ത് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എനിക്ക് വേണ്ടി നല്ല രീതിയിൽ കാശ് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പം എറണാകുളത്തൊക്കെ നിൽക്കും എന്ന് പറഞ്ഞാൽ, എറണാകുളം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നല്ല എക്സ്പെൻസീവാണ് നിൽക്കാനായിട്ട്, ഫുഡ് സ്റ്റേ കാര്യങ്ങൾ. പക്ഷേ ഇപ്പം നാട്ടിൽ വന്ന് വർക്ക് ഫ്രം ഹോം ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പൈസ നമുക്കും കൂടി കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഓർഡർ ചെയ്തതാണ്, കൗതുകം കൂടി ഇതെല്ലാം. പക്ഷേ ടു ബി ഫ്രാങ്ക് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഞാൻ ഭയങ്കര പ്രൗഡാണ്. ബിക്കോസ് ഞാനായിട്ട് വാങ്ങിച്ച സാധനങ്ങൾ കൊറിയർ ചേട്ടനൊക്കെ നേരത്തെ വീട്ടിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ കണ്ണുരുട്ടും, ഇപ്പോൾ കാശ് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച്. പക്ഷെ ഇപ്പോൾ ചേട്ടൻ വന്നിട്ടില്ല, കോഡ് മാത്രം പറഞ്ഞാൽ മതി, ഓൾറെഡി പെയ്ഡ് ആണെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ. ഓക്കെ എനിവേ നമ്മൾ പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്, നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്. ഓക്കെ എടാ, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ചെറിയ എന്താ പറയുക ഈ ബ്രഷൊക്കെ ഇല്ലേ, ഇതിൽ ഓൾറെഡി ഉണ്ട് മേക്കപ്പ് ബ്രഷ്. പക്ഷെ നമുക്ക് ഈ ട്രാവൽ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള ടൈപ്പ് മേക്കപ്പ് ബ്രഷ് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ട്രാവൽ ഫ്രണ്ട്ലിയൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇരിക്കട്ടെ, ഒരു രസമല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ട്രാവൽ ഫ്രണ്ട്ലി ടൈപ്പ് മേക്കപ്പ് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എടാ എനിക്ക് നല്ല ഇഷ്ടമായി. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇവർ പിന്നെ ഒരു താങ്ക് യു നോട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. സോ കൈൻഡ്, നൈസ് അല്ലേ. ഓക്കെ, ഒരു താങ്ക് യു നോട്ട് ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയതാണ്. ഞാൻ വെച്ചുതരാം, നോക്കടാ, നല്ല രസമില്ല, ക്യൂട്ട് കുഞ്ഞു ബ്രഷുകൾ. അതായത് നമുക്കിപ്പോൾ ഐ ഷാഡോയ്ക്ക് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള, നമുക്ക് അല്ലെങ്കിൽ കൺസീലർ, ഫൗണ്ടേഷൻ എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്കുള്ള സാധനങ്ങൾ ഫുള്ളി ബ്രഷിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് കറക്റ്റ് മിനി ആയിട്ടുള്ള ലൈക്ക് ബ്രഷാണ് ഇത് ഫുള്ളുള്ളത്. കുഞ്ഞു ബ്രഷുകളാണ്. ഇതിൻ്റെ നമുക്കിവിടെ ഒരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മിറർ വെച്ചിട്ടാണ് നമുക്ക് ഒരുങ്ങണം. ഇപ്പം നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് നമുക്ക് പെട്ടെന്ന് ഒരുങ്ങണമെങ്കിൽ നമുക്ക് ഇതിൽ നോക്കിയിട്ട് ഒരുങ്ങാം. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ എനിക്ക് നല്ല വർത്തിട്ടായിട്ട് തോന്നി, നല്ല സാധനമാണ്. 5 സ്മോൾ ബ്രഷസാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കുഞ്ഞു ബ്രഷസിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇത് നല്ല വർത്തിട്ടാണ്, ഒരു 9 out of 10 ഒക്കെ കൊടുക്കാം. ഓക്കെ എടാ, നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗേൾസിൻ്റെ എനിക്ക് തോന്നുന്നു മിക്ക ഗേൾസിൻ്റെ ഒരു ഡ്രീമായിട്ടുള്ളൊരു സാധനമാണ്. ഐ ഷോ യു. ആക്ച്വലി സ്വിസ് ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. എടാ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനങ്ങളിലൊന്നാണ് ഇത്. ബിക്കോസ് സ്വിസ് ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ പാലറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഡെയിലി കൊച്ചി ലുലുവിലൊക്കെ പോകുമ്പോൾ കാണും. പക്ഷെ എനിക്ക് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ വെറുതെ ഇതിന് പൈസ കളയുന്ന ആ ഒരു തോട്ടായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ആലോചിച്ച് നോക്കി, എനിക്ക് വേണ്ടിയിട്ടല്ലേ, ഞാനല്ലാണ്ട് വേറെ ആരെനിക്ക് വാങ്ങിക്കാനാണ്. ആ ഒരു സാധനം വന്നു എന്നെ വീട്ടിലത് കേൾക്കുമ്പോൾ. അങ്ങനെയല്ല, എങ്കിലും നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിക്കുന്നതല്ലേ. സോ അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ് സ്വിസ് ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ പാലറ്റ്. ഇതിനകത്ത് ശരിക്കും 9 ഷെയ്ഡ് വരുന്നുണ്ടടാ, പക്ഷെ നമുക്ക് കിട്ടില്ല 9 ഷെയ്ഡ്. നമുക്ക്
നല്ല കിടിലാണ് 9 ഷെയ്ഡ്. ഇതൊക്കെ നമുക്ക് പക്ക മാച്ചായിരിക്കും. ഇതൊക്കെ നമുക്ക് സൂപ്പറായിട്ട് ചേരുന്നതായിരിക്കും. സോ ഇപ്പം ഈ 9 ഷെയ്ഡാണ് ഈ സിസ് ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ പാലറ്റിലുള്ളത്. ഇത് ഭയങ്കര വെർത്തായിട്ട് തോന്നി. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടാ. ഇത് അങ്ങനെ വലിയെന്ന് പറഞ്ഞാൽ 350 റേഞ്ച് ഇത് വരുന്നുള്ളൂ. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് ഇത്. സോ ഭയങ്കര വെർത്തിട്ടാണ്. ലിങ്ക് ആണെങ്കിൽ പറഞ്ഞു മതി, ഞാൻ തരാമേ. ഓക്കെ, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ക്യൂട്ട് 2 ചപ്പൽസാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് പെരയ്ക്കകത്തൊക്കെ ഇടാൻ പറ്റും. എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് നല്ല ചെറിയ റെഡ് കളറിലെ സാധനമല്ലേ. എൻ്റെ സൈസ് ആക്ച്വലി 6ആണ്. അപ്പം 6 ഇതിലുള്ളത്. നല്ല രസമുണ്ട്. നല്ല സോഫ്റ്റ് സാധനം. അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. എനിക്കങ്ങനെ വലിയ വലുതൊന്നും ഇല്ല, ചെറുതൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു സൈസിലിരിക്കുന്നുണ്ട് ഇത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഭയങ്കര വെർത്തിട്ടാണ്. ഒരു 9 out of 10 ഒക്കെ നമുക്ക് കൊടുക്കാം. ഇത് എത്രത്തോളം ലാസ്റ്റ് ടൈം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇത് നല്ല രസമുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇടുന്നില്ലല്ലോ, പെരയ്ക്കകത്തിടാൻ ഭയങ്കര വെർത്തിട്ടാണ്. ബിക്കോസ് എനിക്ക് തണുപ്പത്ത് ടൈൽസിൽ കാലിൽ നല്ല സീനാണ്. എനിക്ക് ടൈൽസിൽ കാല് പറ്റത്തേ ഇല്ല. അപ്പം എനിക്ക് പെരയ്ക്കകത്ത് ചെരുപ്പ് മസ്റ്റാണ്. എനിക്ക് പറ്റൂല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ കൊച്ചി പിടിക്കും എൻ്റെ കാല്. അപ്പോൾ എനിക്ക് പെരയ്ക്കകത്ത് നല്ല വെർത്തിട്ടായിട്ട് തോന്നി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോഫ്റ്റ്. ഓക്കെ, ലാസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ 3 സ്റ്റോറേജ് ബാഗാണ്. അത് നോക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം മീഷോയിലൊക്കെ കാണുന്നതാണ്. ഇത് ഭയങ്കര വെർത്തിട്ടാട്ടോ. അടിപൊളി. നമുക്കിപ്പോൾ സാധനമൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ലാർജ്, മീഡിയം, സ്മോൾ 3 സൈസിൽ വരും. ഇത് നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ബിക്കോസ് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ, അതല്ല ഇപ്പോൾ വീട്ടിലാണെങ്കിലും സാധനമൊക്കെ ഒതുക്കി വെക്കണമെങ്കിൽ ഇത് 3 സൂപ്പറാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലോ. ഇപ്പോൾ നമുക്കാണെങ്കിലും എല്ലാം ഇതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്മോൾ ബാഗിനകത്ത് തന്നെ ആണെങ്കിലും നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളുണ്ട്. അതേപോലെ എല്ലാ ബാഗിലും ഉണ്ട്. സോ അപ്പോൾ ഇത്രയാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്. നിലവിൽ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ. ഇനി എന്തെങ്കിലും സ്കിൻ കെയർ ഒക്കെ വരാം, അതൊക്കെ വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതിനകത്ത് എല്ലാം നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ പറഞ്ഞിട്ട് 7 സീസിൻ്റെ ആ ഒരു ഷെയ്ഡ് എനിക്ക് കുറച്ച് മാച്ച് അല്ലാത്ത പോലെ തോന്നി. പക്ഷെ അത് മാച്ച് ആവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കാം. സോ ആർക്കെങ്കിലും വേണമെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ലിങ്ക് പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. സോ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്യുക. സോ